ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ നക്സലേറ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരിച്ചടിച്ച സേന 31 നക്സലേറ്റുകളെയും വധിച്ചു. ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ രാവിലെ നടത്തിയ നക്സലേറ്റ് വിരുദ്ധ ഓപ്പറേഷനിടയിലാണ് സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെ വെടിവെപ്പുണ്ടായി. തുടർന്നാണ് സേന തിരിച്ചടിച്ചത്. മനു ഭരത് ചേരുന്നു. മനു, 2 ജവാന്മാർക്കും വീരമൃത്യു ഉണ്ടായിരിക്കുന്നു. എത്ര നക്സലൈറ്റുകളെ, മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുള്ള കണക്കുകൾ കൃത്യമായി പുറത്തുവരുന്നു. ഇപ്പോൾ പ്രദേശം ശാന്തമായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകളുണ്ടോ അതിൽ? അപർണ, ഇപ്പോഴും നക്സലൈറ്റുകൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നക്സലൈറ്റുകൾക്ക് നേരെ അല്ലെങ്കിൽ നക്സലൈറ്റുകളെ കണ്ടെത്താനും അവരെ പരിശോധിക്കാനും ഒക്കെയുള്ള ശ്രമം വളരെ ശക്തമായി ഛത്തീസ്ഗഡിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെയും സമാനമായ ഒരു രീതിയിൽ ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് സംഘം പരിശോധനയ്ക്ക് ഇറങ്ങിയത്. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും ഒപ്പം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്ന് സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. ഈ ഘട്ടത്തിലാണ് ഈ ദേശീയോദ്യാനത്തിന് സമീപമുള്ള വനത്തിൽ നിന്ന് സേന അംഗങ്ങൾക്ക് നേരെ ഈ നക്സലൈറ്റുകൾ വെടിയുതിർത്തത്. അതിൽ 2 പേർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. പക്ഷേ 2 പേർക്ക് ഗുരുതരമായി 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും ഇവർ അപകടനില തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തിരിച്ചടിച്ച സേന വളരെ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു. 31 മാവോയിസ്റ്റുകളെ വധിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഏതായാലും മാവോയിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും. കൂടുതൽ മാവോയിസ്റ്റുകളെ വധിക്കും എന്ന് തന്നെയാണ് സേന വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർക്ക് വെടിയേറ്റിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ നടപടികൾ നടത്തും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2026 ഛത്തീസ്ഗഡിലെ നക്സലൈസം പൂർണ്ണമായി തുടച്ചു നീക്കും എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മനു ഭരതാണ്. ഏതായാലും നക്സലുകൾക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ തുടരുന്നതിനിടയിൽ കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നക്സലുകൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. മനു ഭരത് വിവരങ്ങൾ നൽകിയത്.